ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ഇനി നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എവിടം വരെ ആയി? എല്ലാ വിശേഷങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ US ജോബിയുടെയും അനുവിൻ്റെയും ഫ്ലാറ്റാണ്. ഇത് എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്ത് സ്കൈലൈനിൻ്റെ ഫ്ലാറ്റാണ്. അപ്പം ഞങ്ങൾ 2 ദിവസത്തേക്ക് ഇപ്പം എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ ആരും താമസിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒക്കെ ഇടയ്ക്ക് പോയിട്ട് അവിടെ നിൽക്കാനൊക്കെ പറയാറുണ്ട്. അപ്പം ഞങ്ങൾ 2 ദിവസം പോയി നിന്നു. അപ്പോൾ അവരുടെ ആ ഫ്ലാറ്റിൻ്റെ ഒരു ഹോം ടൂറ് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഒരു ഫ്ലാറ്റാണ് കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറുമ്പോഴുണ്ടല്ലോ. നല്ല വെളിച്ചവും ഒക്കെ. ഇത് സ്കൈലൈൻ 24 കാരറ്റ് എന്ന് പറഞ്ഞ് ഇടപ്പള്ളിയിലുള്ള ആണ് ഈ ഫ്ലാറ്റ്. അപ്പോൾ ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റാണ് കേട്ടോ. ഇത് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെരുപ്പ് വയ്ക്കുന്ന ആ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതൊരു 3 ബെഡ്റൂം ഫ്ലാറ്റാണേ. അപ്പോൾ അവർ ഇടയ്ക്ക് വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് വരുമ്പോഴത്തേലും അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്രോയിങ് റൂമൊക്കെ. അപ്പം അവിടെ ഇങ്ങനെ രൂപക്കൂടൊന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അവരിവിടെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ ചെറുതായിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വാളിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത്, ഇത് വാൾപേപ്പർ അല്ല കേട്ടോ, വാളിൽ അവർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഫർണിഷ്ഡ് ആണ്. കാരണം അവർ ഇയർലി വരാറുണ്ട്. വരുമ്പോഴത്തേലും അവർക്ക് താമസിക്കാനും കൂടെ ഇതായിട്ട്. പിന്നെ എപ്പോഴും അടച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഇടയ്ക്ക് പോയിട്ട് അവിടെ നിൽക്കാനൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ അവിടെയും ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമുക്കവിടെ ലൈറ്റ് ഇട്ടില്ലേലും അതെ, വീട്ടിൻ്റെ അകത്ത് നല്ല പ്രകാശമാണ്. ഇത് കണ്ടോ, ഇത് 16th ഫ്ലോർ ആണ് കേട്ടോ. 16th ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പം ആ ഡ്രോയിങ് റൂം, ഡൈനിങ് റൂമിൻ്റെ അവിടെയുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഫുൾ ഇത് കാണാം. നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്കത്. പിന്നെ രാത്രിയിലൊക്കെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാവൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റൊക്കെ കണ്ടതിന് ശേഷം എനിക്കൊരു ഫ്ലാറ്റ് മേടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ പോരല്ലോ, ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി വേണ്ട കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാൽ നമുക്കും സാധിക്കും. അപ്പോൾ ഇത് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സീനറിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. നല്ല രസമില്ലേ നോക്കുമ്പോഴത്തേല്. അപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂമിനും ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് സീ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ അത്രയ്ക്ക് അങ്ങ് കാണാൻ പറ്റുന്നില്ല. ഇത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഇതും ഒക്കെ അവർ ഒരുപാട് ഇതൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഫർണിഷ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ബെഡും കാര്യങ്ങളും ഒക്കെ ആര് വന്നിരുന്നിരുന്നാലും. പിന്നെ ഫുള്ളി AC ആണ് കേട്ടോ. ഫ്ലാറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവർ AC ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗസ്റ്റ് റൂം. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ആ വാളിലുണ്ടല്ലോ, ആ വാളൊക്കെ നല്ല ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ആ റൂമിൻ്റെ വാഷ്റൂം എന്ന് പറയുന്നത്. വാഷ്റൂമും ഞാൻ ഇത് ഇങ്ങനെ ഈ ക്യൂബിക്കിളൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒട്ടും പുറത്ത് വരത്തില്ല കേട്ടോ. ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡ് നമ്മുടെ വീട് ചെയ്തപ്പോഴത്തേല് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാണ്. പക്ഷേ ഈ ക്യൂബിക്കിൾ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനാണ് ഒത്തിരി വാശി പിടിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളി കവേർഡ് ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെറിയ ബാത്റൂമാണ്, പക്ഷേ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്.
അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ഇത് മറ്റു റൂംസിനെ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കബോർഡാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് ഫുൾ കബോർഡ് എങ്കിലും അതിൽ ഒരു എന്താ പറയുന്നത് ഒരു ആൻറ്റീക് പോലെയോ ഒരു കോപ്പർ ലൈറ്റ് പോലെയോ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ വാളിൽ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ വാൾസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം അനുവിൻ്റെ, അതായത് അനിയൻ്റെ വൈഫിൻ്റെ, അവളാണ് കംപ്ലീറ്റ് ഇൻറ്റീരിയർ പറഞ്ഞു കൊടുത്ത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലതായിട്ട് ഓരോ കാര്യങ്ങളും അവൾ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. അപ്പം ഇത് അവരുടെ വാഷ്റൂമാണ്. ഇത് അവർ US-ലല്ലേ, അപ്പം അതിൻ്റെത് തന്നെ അവർക്ക് കുറേ അറിയാം. ഇതിൽ കണ്ടോ, ഈ വാഷ്റൂമിൽ കുറേ ഷെൽഫ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഇതൊരു നമ്മുടെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാനും അല്ലെങ്കിൽ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു വലിയ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മോളുടെ റൂമാണ് കേട്ടോ, അലീഷയുടെ, ജോബിയുടെയും അനുവിൻ്റെയും മോളാണ്. അപ്പോൾ മോൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. മോൾക്കപ്പം ബ്ലൂ തീമാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതും അതെ, ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ കണ്ടോ, ആ കർട്ടൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബാൽക്കണി കൂടെയും നമുക്കിങ്ങനെ പുറത്തോട്ടൊക്കെ. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തത് ഈ റൂമാണ് കേട്ടോ. എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമായി. അതിലും ഇത് അതിൻ്റെ വാർഡ്രോബ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും തുറന്ന് കാണിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിയും പെറുക്കിയും വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് തുറന്ന് കാണിച്ചു കഴിഞ്ഞാലായിട്ട് അതൊരു ഇതല്ല, അതുകൊണ്ട് ഞാനത് കാണിക്കാത്തതാണ്. അപ്പോൾ ഇതാണ് ബെഡ്റൂം. കണ്ടോ, അതിലും അതെ, മോൾക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒരു ഡിസൈൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കർട്ടൻസ് ഒക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ബ്ലൂ കൊടുത്തിട്ട് ഭയങ്കര അട്രാക്റ്റീവാണ് റൂം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയല്ല, നല്ലതായിട്ട്. അപ്പം ഞാനിതൊക്കെ കാണിക്കുന്ന വെച്ചാൽ ആരെങ്കിലും ഇപ്പോൾ ഫ്ലാറ്റൊക്കെ പണിയാനായിട്ടും ഫ്ലാറ്റൊക്കെ ചെയ്യുന്നവരും മേടിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് നിങ്ങൾക്കൊക്കെ ഒരു ഡിസൈൻസ്, നമ്മൾ ഒരുപാട് പേരുടെ എത്ര നമുക്കറിയാമെന്ന് വെച്ചിരുന്നാലും കുറേ വീടുകളൊക്കെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് അതിൻ്റെ വാഷ്റൂമാണ്. എല്ലാം നല്ല വാഷ്റൂംസ് ആണ്. എല്ലാത്തിലും ഇങ്ങനെ ആ ഒരു ബാത്ത് സ്പേസ് ഒക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും പുറത്ത് ഇതാക്കത്തില്ല. അപ്പം ഞാൻ സാഞ്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാത്റൂംസിലൊക്കെ ഇത് ചെയ്യണമെന്ന്. കാരണം ഞങ്ങളുടെ ബാത്റൂംസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോകത്തില്ല, എപ്പോഴും വൈപ്പ് ചെയ്യണം. ഇതാണ് കിച്ചൺ കേട്ടോ. എനിക്ക് ഈ ഫ്ലാറ്റിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ കിച്ചണാണ്. കാരണം ഞാൻ കുറേ ഫ്ലാറ്റ്സിൽ പോയിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാം ഈ കിച്ചൺ ഭയങ്കര ചെറുതായിരിക്കും കേട്ടോ. അപ്പം ഇത് അങ്ങനെയല്ല, ഇത് ആവശ്യത്തിന് നല്ല വലിയ കിച്ചണാണ് കേട്ടോ. പിന്നെ അവരെല്ലാം ഇത് മോഡുലാർ കിച്ചണായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്, ഷെൽഫ്സും കാര്യങ്ങളും ഒക്കെ. ഇത് കണ്ടോ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഈ സവാള, ഉരുളക്കിഴങ്ങ്, ഉള്ളിയൊക്കെ ഇടാനുള്ള. അപ്പം നമുക്ക് ആ ഒരു നെറ്റ് പോലത്തെ സാധനത്തിൽ അധികം ചീത്തയാവത്തുമില്ല, അതിന് എയറും കിട്ടും. അങ്ങനെ ഒരു ഇത് പിന്നെ വർക്ക് ഏരിയ പോലത്തെ ഒരു സ്പേസും ആ കിച്ചണിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, അതിനും ഇങ്ങനെ ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വീഡിയോ എടുക്കണമെന്ന് ആക്ച്വലി വിചാരിച്ചതല്ല. പിന്നെ ഞാനങ്ങ് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഓർഗനൈസ്ഡ് അല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ അതൊക്കെ കൊണ്ട് ഞാൻ അതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇതിലും അവിടെ ആ സൈഡിൽ വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഒരു കബോർഡാണ് കേട്ടോ. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ വാഷിംഗ് ഏരിയ അത് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇൻക്ലൂഡിങ് ഡ്രയറും കൂടി ഉള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കിച്ചണൊക്കെ. വെള്ളമൊക്കെ നമ്മൾ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നത്. എനിക്ക് ആ ഒരു ഏരിയ നല്ല ഇഷ്ടപ്പെട്ടു. ഈ സവാളയും ഉള്ളിയൊക്കെ ഇടാനുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി.
അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഹോം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു എനർജി എന്ന് പറയുന്നത്. കാരണം ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ഞാനും വിചാരിക്കും എന്തിനാന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു മടി വരും. പക്ഷെ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പം നിങ്ങളുടെയും കൂടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് വിജയിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലേ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ, ഒത്തിരി പേരിലേക്ക് ചാനൽ എത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞാൻ വേറെ സ്ഥലത്ത് പോയ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഇനി അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.